ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിലും KPCC പ്രസിഡന്റ് ആണെങ്കിലും KC വേണുഗോപാലാണെങ്കിൽ അത് ഒട്ടും മറുപടി പറഞ്ഞില്ല. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ അക്കാര്യത്തിൽ ഒരു വിയോജിപ്പ് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം നിൽക്കുന്നുണ്ട്. അവരുടെ വിയോജിപ്പ് അവരുടെ പ്രശ്നം, ഞങ്ങളുടെ പ്രശ്നമല്ല. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞല്ലോ എഫിഷ്യൻസിയുടെ കാര്യം. BJP ജ്ഞാനേഷ് കുമാറിൻ്റെ നിയമനത്തിനെ കുറിച്ച് പറയുന്നത് എന്താ? എഫിഷ്യൻസിയുടെ വാദമാണ്. ഇപ്പോൾ എഫിഷ്യൻസിയാണ് പ്രശ്നമെങ്കിൽ ജ്ഞാനേഷ് കുമാറിനെ ഇനി കോൺഗ്രസ് വിമർശിക്കരുത്. ഇതുവരെ വിമർശിച്ചതിനും പറഞ്ഞതിനുമെല്ലാം സമസ്താപരാധം പറഞ്ഞ് മുൻകാല പ്രാബല്യത്തോടെ മാപ്പ് പറയണം. അപ്പോൾ പൊളിറ്റിക്കൽ ഒരു വളരെ കൃത്യമായ ലോജിക്കലായ രാഷ്ട്രീയമായ ശരിയായൊരു വിശദീകരണം കോൺഗ്രസ് എന്ന പാർട്ടി, അത് AICCക്ക് ബാധ്യതയുണ്ട്, അത് കേരളത്തിലെ KPCCക്ക് ബാധ്യതയുണ്ട്, മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. അതിലുപരിയായി മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ അറിയാൻ കൗതുകമുണ്ട്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഇനിയും പുറത്തു വരാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ ദുരൂഹതയുടെ തുടക്കമാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. രാഹുലിൻ്റെ ശത്രു അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത വ്യത്യസ്ത നിലപാടുള്ള ഒരാളെ തന്നെ ആക്കിയത് രാഹുലാണോ ഹൈക്കമാൻഡ്, അതേ വേറെ ഏതെങ്കിലും കോർപ്പറേറ്റ് ആണോ ഹൈക്കമാൻഡ് എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകേണ്ടതുണ്ട്. 2, വകുപ്പുകൾ എടുക്കുന്ന കൂട്ടത്തിൽ പോർട്ട് വല്ലാത്ത കൗതുകത്തോടെ എന്തിനാണ് സ്വന്തമാക്കിയത്? പോർട്ട് വകുപ്പിനോടുള്ള മുഹബത്തും രത്തൻ കേൽക്കറിൻ്റെ നിയമനവുമായി ബന്ധമുണ്ടോ? ഇത് വരട്ടെ, ഞാനിപ്പോൾ എല്ലാം പറയുന്നില്ല എന്നേ ഉള്ളൂ, ചോദ്യം വന്നതുകൊണ്ട് പ്രതികരിച്ചത്. അതല്ല നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ ഈ വിഷൻ കുറേ ദിവസമായി കേരളം കൗതുകത്തോടെ പുതിയ മുഖ്യമന്ത്രി വന്നാൽ എന്ത് എന്ന്, അല്ലെങ്കിൽ പുതിയ ഭരണം വരുമ്പോൾ, ഇതിനു മുമ്പും ഇലക്ഷന് മുമ്പും ഇലക്ഷൻ്റെ ക്യാമ്പയിൻ പീരീഡിലുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ശ്രീ VD സതീശൻ്റെ എല്ലാ ക്യാമ്പയിനിലും ഈ പോർട്ടുണ്ട്. കേരളത്തിൻ്റെ ആകെയുള്ള തീരദേശ തുറമുഖ വികസനം വളരെ പറയുകയാണ്. അത് ചിലപ്പോൾ സൗദ്ദേശത്തിലായിരിക്കും, വരട്ടെ, അതാണ് ഞാൻ പറഞ്ഞത്, വെയിറ്റ് ആൻഡ് സീ. ഇവിടെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് ഞാൻ പ്രതികരിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ പോർട്ടിനോട്, പോർട്ട് അനുബന്ധ വികസനങ്ങളോടും വല്ലാത്തൊരു മുഹബത്ത്, വല്ലാത്തൊരു പ്രണയം, വല്ലാത്തൊരു സ്നേഹം ഇങ്ങനെ വന്നു കിടക്കുകയാണ്. അല്ല, സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഈ അന്നത്തെ ഇവിടെ ഈ മാധ്യമപ്രവർത്തകർ ചോദിച്ചതുപോലെ അന്നത്തെ യാത്ര, ഇപ്പോഴത്തെ ഈ നിയമനം, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രാഹുലും AICCയും അവരുടെ പ്രഖ്യാപിത നിലപാടുകളെ മറികടന്നുകൊണ്ട് ഇവിടെ എടുക്കുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി ഇല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഹൈക്കമാൻഡ് ശ്രീ VD സതീശനെ നയിക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്താവല്ലേ? എന്തായാലും ഇല്ലെങ്കിൽ AICC പറയണം, ഹൈക്കമാൻഡിൻ്റെ ഇംഗിതത്തോടു കൂടിയാണ് നിയമിച്ചതെന്ന് പറയട്ടെ എങ്കിൽ അതിന് ഹൈക്കമാൻഡ് രാഷ്ട്രീയ വിശദീകരണം നൽകിയാൽ മതി. ഹൈക്കമാൻഡ് ഒരു പ്രഖ്യാപിത നിലപാടുള്ളപ്പോൾ അതിന് വിരുദ്ധമായി ശ്രീ VD സതീശൻ ഒരാളെ നിയമിച്ചുവെങ്കിൽ, അതും ഇത്രയും തന്ത്രപ്രധാനമായ പോസ്റ്റിൽ നിയമിച്ചുവെങ്കിൽ, ഹൈക്കമാൻഡിനേക്കാൾ കമ്മിറ്റഡായ വേറെ ഏതെങ്കിലും ഏജൻസി പറഞ്ഞിട്ടാണോ? അത് അദ്ദേഹം പറയട്ടെ. അല്ല, അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വരട്ടെ കാര്യങ്ങൾ. അല്ല, ഈ പറഞ്ഞത് ഇത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. കേരളത്തിൽ ഈ പറഞ്ഞത് വളരെ പ്രസക്തമായൊരു കാര്യമായി ഉയർന്നു വന്നുകൊണ്ടാണ്. ഇപ്പോഴല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളവർ ഇന്നത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് ചാടി ഇറങ്ങുന്നില്ല, ഒന്നും പറയുന്നില്ല. ഇതിൽ വളരെ ലോജിക്കലായിട്ടുള്ള ഒരു വിശദീകരണം ഞങ്ങൾക്ക് വേണം. രാഷ്ട്രീയമായും അല്ലാതെയുമുള്ള, വ്യക്തിപരമായും അദ്ദേഹം എന്തുകൊണ്ട് ഒരു ലോജിക്കലായ മറുപടി കിട്ടിയാൽ മതി, വിശദീകരണം കിട്ടണം. അത് കേരളത്തിന് അവകാശമുണ്ട്, അത് ഞങ്ങൾ ചോദിച്ചോളൂ. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട സീറ്റുകൾ സംസ്ഥാന സമിതിയാണ് മത്സരിച്ച സീറ്റുകൾ കഴക്കൂട്ടൂർ നിയമം. അവിടെ BJP പണം വാങ്ങി പരാജയപ്പെടുത്തിയതിന്റെ വിമർശനങ്ങൾ കമ്മിറ്റികൾക്കുള്ളിൽ വരുന്നത് ഞങ്ങൾക്ക് വരുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ല. അത്തരം ഏതെങ്കിലും തരത്തിൽ അത്തരം അന്വേഷണത്തിനോ അത്തരം സംശയമോ CPM ഞങ്ങളിതുവരെ അത്തരം ഒരു കാര്യവും ചർച്ച ചെയ്തിട്ടില്ല. ഇനി നിർഭയമായും എന്താ താങ്കളൊരു വാക്കുകൂടി പറഞ്ഞു, അല്ല, സ്വതന്ത്രമായും തന്നെയാണ്
എല്ലാ കാലത്തും നമ്മുടെ പാർട്ടിക്കകത്ത് ചർച്ചകളുണ്ടായിട്ടുള്ളത്, എല്ലായ്പ്പോഴും. അത് തിരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിലാകട്ടെ, തിരഞ്ഞെടുപ്പിൻ്റെ വിജയഘട്ടത്തിലാകട്ടെ ഒക്കെയാണ്. ഞങ്ങൾ ജനങ്ങളിൽ നിന്ന്, ജനങ്ങൾക്കിടയിലാണ്, ജനങ്ങളാണ് ഞങ്ങളുടെ കാവലാൾ, ജനങ്ങളോട് കമ്മിറ്റ്മെൻറ്റുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. സ്വാഭാവികമായും ആ പാർട്ടിയിലെ ഒരു അംഗമെന്ന നിലയിൽ ഞാനുൾപ്പെടെ ഞങ്ങളെല്ലാവർക്കും ബാധ്യതയുണ്ട് ജനങ്ങളെ കേൾക്കാൻ, ഞങ്ങളുടെ പാർട്ടി ശരീരത്തെ ആകെ കേൾക്കാൻ. അത് കേൾക്കുകയാണ്, ഞങ്ങളത് പരസ്പരം പങ്കുവയ്ക്കുകയാണ്. ജനങ്ങളിൽ നിന്ന് പഠിച്ചു മുമ്പോട്ട് പോകും. ജനങ്ങൾക്കൊരിക്കലും തെറ്റില്ല. അപ്പം ഞങ്ങൾക്ക് എന്തു തെറ്റ് വന്നാലും ആ തെറ്റ് ഞങ്ങൾ തിരുത്തി കൂടുതൽ ജനങ്ങളോട് ഇടകലർന്ന് ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ കരുപ്പിടിപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഇനിയും തുടരും. ഞങ്ങൾ സൂര്യശോഭയോടെ കൂടുതൽ ശക്തമാവും. അല്ല, ഞാനങ്ങനെ ഒരു കാര്യവും പ്രത്യേകമായി എടുത്തു പറയുന്നില്ല. ആരാവശ്യപ്പെട്ടു? എവിടെ ആവശ്യപ്പെട്ടു? ഏത് പാർട്ടിയാണ്? എവിടെയാ? ഏത് യോഗങ്ങളിൽ? ഞങ്ങളൊക്കെ പങ്കെടുക്കുന്ന യോഗമല്ലേ? അതൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും വാർത്ത എന്തെങ്കിലും ഉദ്ദേശത്തിൽ തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ വാർത്തകൾ ഉണ്ടാക്കി കൊടുക്കുന്നെങ്കിൽ അങ്ങനെ വരുന്ന വാർത്തകളാണ്. നിങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനത്തെയും ഞങ്ങളുടെ പാർട്ടി സംവിധാനത്തെയും അല്ലെങ്കിൽ ഞങ്ങളുടെ ചർച്ചാ രീതികളെയും നിങ്ങൾ വേണ്ടത്ര മനസ്സിലാക്കാതെയാണ് ഈ വാർത്തകളൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഈ ചോദ്യവും. ഞങ്ങളുടെ പരിശോധന പറഞ്ഞില്ലേ, ജൂൺ മാസം കേരളത്തിലെ 140 മണ്ഡലങ്ങളെ സംബന്ധിച്ചുമുള്ള വിജയപരാജയങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ പരിശോധനയും അത് സംബന്ധിച്ചുള്ള റിവ്യൂവും പാർട്ടിയുടെ സംസ്ഥാന ഘടകം പോലും ചർച്ച ചെയ്തിട്ടില്ല. നിങ്ങൾ ദയവായി മനസ്സിലാക്കും. ഞങ്ങളതിനുണ്ടാക്കിയിരിക്കുന്ന സ്കെഡ്യൂളിൽ ഞങ്ങളുടെ ആ അവലോകനങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ. അതാണ് യാഥാർത്ഥ്യം. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന DYFI ആണ്. അതിനെ സംബന്ധിച്ചൊന്നും ഒരു കാര്യം ഒരു നിങ്ങളുണ്ടാക്കുന്ന ആരോപണം അത് അദ്ദേഹം എവിടെയും പ്രതികരിച്ചിട്ടില്ലല്ലോ. അത്രയേ ഉള്ളൂ. വിവാദങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രത്തൻ കൽക്കറുടെ കാര്യത്തിലൊക്കെ പറഞ്ഞപ്പെടുന്ന ഒരു ആവശ്യം ജനൻ TV ആണോ? അത് നോക്കി ആലോചിച്ച് നോക്കൂ. രത്തൻ കൽക്കറുടെ കാര്യം പറഞ്ഞപ്പോൾ ജനൻ TVക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. മറ്റു പല കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസം, അന്തർധാര വളരെ പ്രകടമാണ്. അല്ല, ഇറ്റ്സ് ഓക്കെ, സോറി.